ഞാനിന്ന് വന്നിട്ടുള്ളത് ഹെയർ കെയറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. എനിക്ക് ഉറപ്പുണ്ട് ഹെയർ കെയർ വളരെ ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. മുടി കഴിയതിനു ശേഷം തലയും മുടിയും നനഞ്ഞിരിക്കുന്ന സമയത്ത് പേൻ ചീന്തുകയോ കെട്ടുകളയുകയോ മുടി ചീന്തി വൃത്തിയാക്കുകയോ ചെയ്യരുത്. ഇത് മുടി കൊഴിച്ചിലിന് കാരണമാകും. നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിലെ സ്കിന്ന് വളരെയധികം സോഫ്റ്റ് ആയിരിക്കും. മുടി ചീന്തുമ്പോൾ തടച്ചോടെ മുടി പറഞ്ഞു പോരാൻ ഇതൊരു കാരണമാകും. കൂടാതെ നമ്മുടെ മുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് ഓരോ മുടിയിഴകളും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു രീതിയായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ചീകുകയോ മുടി കെട്ടുകളയുകയോ ചെയ്യുമ്പോൾ കൂടുതൽ മുടി ജട പിടിക്കുകയും പൊട്ടിപ്പോവുകയും ചെയ്യും. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നനഞ്ഞ മുടി നമ്മൾ കെട്ടിവെക്കുന്നത്. നനഞ്ഞ മുടി കെട്ടിവെക്കുമ്പോൾ നമ്മുടെ മുടിയിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരാനും അഴുക്ക് പിടിക്കാനും മുടി പിന്നീട് പൊട്ടിപ്പോവാനും ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും തുടങ്ങും. ഇങ്ങനെ നമ്മുടെ മുടിയിൽ ഫംഗസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തല നനയ്ക്കുമ്പോൾ നമ്മുടെ മുടി ഉണങ്ങിക്കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാകും. ഇത് നമ്മുടെ മുടിയിലെ ടോട്ടൽ ഫംഗസിന്റെ അളവ് കൂട്ടും. ഇത് ഫംഗസ് വന്ന മുടിയിൽ വീണ്ടും ഫംഗസ് വരാനും ടോട്ടൽ മുടി ഡാമേജ് ആകാനും കാരണമാകും. പറഞ്ഞു വന്നത്, തല കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി ഉണങ്ങാതെ വേറെ ഒന്നും തന്നെ നമ്മൾ മുടിയിൽ ചെയ്യരുത്. മുടി ഈസിയായി എങ്ങനെ ഉണക്കാം എന്നുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം.